ഹലോ ഗൈസ്, വെൽക്കം ടു അൻഡാസ് വ്ളോഗ്. സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും? ഇന്നില്ലേ കുറച്ച് ലേറ്റായിട്ട് വരെ ഉറങ്ങാൻ വിചാരിച്ചിരിക്കുന്നത്. ആരും എണീപ്പിച്ച് ഇന്ന് ഹർത്താലില്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ട് കേട്ടോ. ഉറങ്ങാൻ സമ്മതിച്ചില്ല ആരും. ഇവിടെ അമ്മ രാവിലെ തന്നെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാട്ടോ കോഫി ഉണ്ട്, ഇവിടെ കേക്ക് ഉണ്ട്, പിന്നെ പഴംപൊരി. അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് വരാം, നിങ്ങളും വന്നോളൂ കേട്ടോ കഴിക്കാൻ. ഇന്ന് എന്നാ അമ്മ ഉണ്ടാക്കാൻ പോണേ? ലിട്ടി ചോഖ, ബീഹാറിലെ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റും ഡിഷും പറയൂട്ടോ. എന്താ അറിയോ, ഇത് ചിലപ്പം രാത്രി ഇതന്നെ കഴിച്ചിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ പകരം ഇതന്നെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടേ. അതുകൊണ്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും രണ്ടും പറയാം. അപ്പോൾ ഇവിടെ അമ്മ ആട്ട കുഴക്കുകയാണ്. നല്ല ജീരകം വെച്ച്, കറുപ്പ് ജീരകം വെച്ച്, സോറി, നല്ല ജീരകം ഇട്ടു, കറുപ്പ് ജീരകം ഇട്ടു. പിന്നെന്താ ഉപ്പ്, പിന്നെ മതി. ഇപ്പൊ ഇത് മതി കേട്ടോ. ഇനി ഇത് കൊഴിക്കാനെല്ലാം പോക്ക് ഇല്ലേ അപ്പല്ലേ. അമ്മ ആട്ട കൊഴിക്കുന്നവരേക്കും ഞാൻ വേഗം പോയി കുളിച്ച് വരട്ടെ. എന്താ പറയുക, നാളെ NCC ഉണ്ട്. അപ്പം ഇന്ന് കുളിച്ചാലേ നാളെ വേഗം മാറ്റിപ്പോകാൻ പറ്റുള്ളൂ. സോ ഞാൻ വേഗം കുളിച്ച് വരാം. അപ്പോഴേക്കും അമ്മ ആട്ടയൊക്കെ കൊഴിച്ച് വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കും അല്ലേ അമ്മ? അപ്പം ഞാൻ വേഗം വരാം. അങ്ങനെയുള്ള കായ്സ് ഇവിടെ ഇതാ അമ്മ ആട്ട കൊഴിച്ച്, ഇവിടെ ഇതാ സത്തു. ഇതിൽ ഞമ്മ എന്താ വെക്കാം, പക്ഷെ എന്താ ഇടാൻ പോകുന്നത്? വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ പേസ്റ്റ്. ഓക്കെ, ഉപ്പ് അത് മതി. അത് മതി അല്ലേ? അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിങ്. ചന്ദനമില്ല, എന്നിട്ട് കുറച്ച് ഉപ്പ്. കേട്ടോ, അമ്മ ഇവിടെ മിക്സ് ചെയ്യുന്നു. അമ്മ മടിച്ചയക്കണം. ഇന്ന് കൊറേ ഉറങ്ങി അമ്മ. അയ്യോ, ചോറ് കറി ചായ ഒക്കെ ഇത് ഉണ്ടാക്കിന്. ഞാനല്ലല്ലോ പറയാ, എന്റെ മരുമോളൊക്കെ ആവും പറയാ. ഞാനല്ല പറയാ. എന്നെ അമ്മേനെ വായിപ്പിക്കാൻ പടിയോണ്ട് തന്നെ. അമ്മന്റെ മരുമോക്കൊക്കെ ഭയങ്കര ഭാഗ്യാവും കേട്ടോ. സത്യം പറഞ്ഞാല് നല്ല ഭാഗ്യാവും. അമ്മ പണി നിർക്കാൻ സമ്മതിക്കൂല. വീട്ടില് വരൂലേ, ആർക്കും മോളുണ്ടാവൂലേ. എനിക്ക് മോളൊക്കെ നിക്കണം. അതന്നെ, എങ്ങനെ വേണമെങ്കിൽ നിക്കാല്ലേ. ഞാൻ പോവില്ല, ഞാൻ അമ്മേന്റെ അടുത്തേക്കാം. എന്നാ പിന്നെ പ്രശ്നമില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു നടക്കാൻ വേണോ അവനെന്ന്. വേണ്ടല്ലോ, വേണ്ട, ഇത് മതി. കുറച്ച് ചായ, കുറച്ച് ഇതില്ലേ നമ്മൾ വെറൈറ്റി മോഡലായിട്ട് ഉണ്ടാക്കാൻ പോണേ. ഞാൻ കാണിച്ചു തരാം. ഒരു സർപ്രൈസാണ്. നമ്മൾ അടുപ്പുമ്മല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസുമ്മലും എല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താട്ടോ അമ്മ വിറക് കുട്ടിയാണ്. എന്താണ് എന്താ അമ്മയുടെ നാട്ടിലേക്കാണെങ്കിൽ വെറുകേനെ വേണ്ടിട്ട് അടിയൊക്കെ ഉണ്ടാവുന്നു. എന്തിനും അവിടെ കിട്ടൂല. ഓ, ഇവിടെ ഫ്രീ ആയിട്ടാ കിട്ടുന്നേ, അതുകൊണ്ട് ഇവിടെ കൊറേ ഉണ്ട്. അവിടെ ഉണ്ട്, അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ ചാക്കിലാക്കി വെച്ച് ഇത് അങ്ങനെ കിട്ടില്ലേ. അടിച്ചോണ്ട് ഇവിടെ അടിച്ചു വരും. ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ടും കിട്ടും. അവിടെ ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ വെച്ചോ.
കേട്ടോ അമ്മ ഇതിലാട്ടോ ഉണ്ടാക്കാൻ പോണേ. ഇവിടെ തീ പിടിപ്പിക്കാം. ഇതില്ലേ 2-3 ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുട്ടോ അല്ലേ അമ്മ? കച്ചോടി ഉണ്ടാക്കുക, വെളിച്ചെണ്ണാലൊക്കെ മൈദാനൊക്കെ ഉണ്ടാക്കുക, അത് വെളിച്ചെണ്ണാല് ഫ്രൈ ചെയ്തിട്ട് പൂടി ഉണ്ടാക്കാൻ അത് ഒരു ദിവസം ഉണ്ടാക്കുക. ഓക്കെ. വെളിച്ചെണ്ണ പിന്നെ ലിട്ടി അങ്ങനെ ഉണ്ടാക്കുക. 3 ലിട്ടി 3 ടൈപ്പ് 3 ടൈപ്പ് ഉണ്ടാക്കുക. ഒന്ന് നെയ്യ് പരത്തിട്ട് നെയ്യ് പരത്താതെ അല്ലേ? ഓ പുകയ പുക അപ്പം മതി, കത്തിച്ചോട്ടെ. അമ്മ കത്തിച്ചോ ഫസ്റ്റ്. ഇവിടെ കേട്ടോ ഇത് നന്നായിട്ട് കത്തിക്കിട്ടോ, നന്നായിട്ട് അല്ല അമ്മ? തീ കിടന്ന് വരെ ഇത് കത്തും, എന്നിട്ട് ഇത് ഉണ്ടാക്കുള്ളൂ. പുക എന്താണമ്മ പുകയ്ക്കുന്നേ? അമ്മ അവിടെ തന്നെ പോയിരുന്നാണ്. ഇവിടെ അല്ലേ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അമ്മ പറിക്കാൻ സമ്മതിക്കില്ല. കണ്ടോ നിങ്ങള്? ഇതാ കണ്ടോ മാങ്ങ കുറേ ഉണ്ട്. ഞാൻ പക്ഷെ ഒന്ന് പറിക്കും. അമ്മ ആ തോട്ടി എവിടെ? ചട്നി ചട്നി ലിട്ടി വിത്ത് ചട്നി. എന്താ ഒരെണ്ണല്ലേ ചട്നി, ലിട്ടി വിത്ത് ചട്നി കേട്ടോ. ഏട്ടൻ ഇവിടെ മാങ്ങ പറിക്കുകയാണ്. ഇങ്ങനത്തെ തോട്ടി അമ്മ ഉണ്ടാക്കിയേ? അങ്ങനത്തെ തോട്ടി ഉണ്ടാക്കിന്. അത് ചെറുതാ? ചെറുതല്ല, ആയിക്കോട്ടെ. ചെറുതേ ചെറുതയാ. खाली चटनी ചേച്ചി മാങ്ങ വേണോ? ഇല്ല ഇല്ല. അങ്ങനെ ഇതാട്ടോ ഇവിടെ അമ്മ ഇത് റെഡിയാക്കുകയാണ്. എങ്ങനെ അമ്മ ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത് അടുത്ത അതാ അമർത്തുന്നേ. ഇതാ അങ്ങനെ കുറച്ച് ആട്ടെടുത്ത് കയ്യിൽ അമ്മയ്ക്ക് കുറച്ച് തോന്നുന്നുണ്ട്. അമ്മേൻ്റെ സ്ക്രൂ ലൂസായ അമ്മ ഉണ്ടാക്കിയിട്ട് എന്താ അമ്മ പറ്റിയേ? ഇങ്ങനെ ഓട്ടാക്കിയിട്ട് എന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അമ്മ. ഞാൻ നിറയ്ക്കട്ടെ? കഴിഞ്ഞ് അത് തീയിലേക്ക് ഇടുകയാണ്. എന്താണമ്മ? ഇതില്ലേ തീയിലിട്ടിട്ടോ നന്നായിട്ട്. ഇനി ഇത് ഇടയ്ക്ക് മറിച്ച് കൊടുക്കാം. ഇപ്പൊ വെച്ചിട്ടില്ലുള്ളൂ അമ്മ. ആയില്ലേ? അതാ കത്തിക്ക മാറിയായി. അത് നല്ല താവുണ്ടല്ലോ. താവോ? എന്തുണ്ട്? मोबाइल बंद करा था पानी देख बैठा था. ഇനിയാണ് മെയിൻ ആള് വരാൻ പോണേ, മെയിൻ ഷെഫ്. ഇതിന്റെ ആളാണ് അച്ഛന്. സ്റ്റൂള് കൊണ്ടു തരണോ? നല്ല പുക.
ഇതിപ്പോൾ ആയിട്ടില്ല, ഇന്നും ടൈം എടുക്കും. ഫുട്ബോൾ പന്തിൻ്റെ മാരിയുണ്ട് എറിയുമ്പോൾ കാണാൻ. ചൂട്. എന്തൊക്കെയാ ചെയ്യേണ്ടി വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ ടൈറ്റാണ്. ചൂടാണ്. അമ്മ തന്നെ എപ്പ തന്നെ തിന്നുക. അമ്മ തിന്നു നോക്കുന്നു. ഏട്ടൻ്റെ ചട്ടിയാണ് ഇത് കേടാക്കുന്നത്. പണിക്ക് പോണ ചട്ടിയാണ് ഇപ്പൊ. അയ്യോ പണി. ഞാൻ എന്താ കാട്ടിയേ? അവിടെ ലിറ്റുണ്ടാക്ക ഞാനല്ല. അമ്മ യൂട്യൂബേഴ്സിനോട് പറ, മീൻസ് കാണുന്നവരോട് പറ. ഒരാണ് ഡിമാൻഡ് ഇട്ടെ ലിട്ടി അവരോട് പറ. നാട്ടില് മറ്റേ ചാണകമല്ലേ, അതിന്റെ വിറകൊണ്ട് ഉണ്ടാക്കും. കൊയില ചായ ഉണ്ടാക്കാം. അറിയാം. അവിടേക്ക് ഇളക്കി കറുപ്പ് സാധനം ഭട്ടീനെ കിട്ടും. അത് കത്തിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവണം ബ്ലാക്ക് സാധനം. ലൂ ഉണ്ടാവുള്ളൂ. അതുമില്ലാണ് ശരിക്കും ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നെ കൂടി പൊട്ടിച്ചിട്ട് കഴിച്ചിട്ട് നോക്കാം. അത് തണുത്തോട്ടെ അതാട്ടോ. ഇവിടെ ഇത് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇത് ഉള്ളിൽ വെന്തിട്ടില്ലല്ലോ. अंते होय है बंद किलियान ഉണ്ട്. എന്താ ഉപ്പ് കുറവാ. അത് ചട്നി ഉണ്ടാക്കും. ചട്നി അപ്പം ഞാൻ പോയി നിന്നോ? അമ്മ പറയാ ബിഹാറിൽ പോയി നിൽക്കാൻ തോന്നുന്നു ഇതൊക്കെ കഴിക്കുമ്പോ. അപ്പൊ ഞാൻ പറയാം പോയി നിന്നോ. വേണ്ടല്ലേ? ഞാൻ കഴിപ്പിക്കും. അപ്പൊ അമ്മക്ക് പല്ലുണ്ടാവില്ല കഴിക്കാൻ. सोना के लोग है, चांदी के लोग है. അമ്മ സ്വർണത്തിന് പല്ല് വെക്കുന്നുണ്ടോ പറയുന്നേ? വയസ്സായാലേ ചിക്കൻ കഴിക്കാനാ? चिकन मूड खराब कर അച്ഛൻ ഉണ്ടാക്കുക കഷ്ടപ്പെട്ട്. അമ്മ കഴിക്കാൻ എന്താണ് അമ്മ അച്ഛൻ അവിടെ ഉണ്ടാക്കുന്ന? അവിടെ ഹസ്ബൻഡ് കഷ്ടപ്പെടുക, എന്നിട്ട് ഇവിടെ വൈഫ് കണ്ടു ഇരുന്ന് കഴിക്കുന്ന. പപ്പുടി ഉണ്ടാക്കാം, ബാക്കി ഓയില് കഴിക്കാട്ടോ. അമ്മ ഇപ്പൊ എങ്ങനെ ഫോട്ടോ എടുത്തേ? ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ 2 കിഴങ്ങ് വെക്കും ചട്നിക്ക് വേണ്ടിയിട്ട്. ഇതാട്ടോ കുറച്ച് കിഴങ്ങ് വെച്ച ചട്നിക്ക് വേണ്ടിയിട്ട്. ഇതാട്ടോ ഇതിനി തുടക്കാണ്. എൻ്റെ അമ്മ സൈലൻ്റായി. എന്നിട്ട് നെയ്യ് അതിൽ പരുത്തിട്ടോ. അങ്ങനെ ഇനി നെയ്യ്
പരത്താൻ പോവുകയാണ്. എന്നിട്ട് ഇതങ്ങനൊക്കെ പരത്തി വെക്കുവേ. അമ്മ ഇത് കഴിഞ്ഞ് ഇതാട്ടോ കിഴങ്ങ് എവിടെ നന്നായിട്ട് നല്ല വെന്തിട്ടുണ്ട്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടിച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇതാട്ടോ ഇവിടെ കിഴങ്ങ് നന്നായിട്ട് തൊളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല മോക്ക് ചമ്മന്തി ആക്കാം. നല്ല ചൂടുണ്ടേ. യഹോ കൈ പൊള്ളി. ഇത് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം നമുക്ക്. അതുവരേക്കും ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഇതിലില്ലേ ഉള്ളി, മല്ലിച്ചെപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ, കുറച്ച് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല നമുക്ക് കുഴയ്ക്കാണ്. ആളെ കാണിച്ചിരട്ടെ. ഇതാ വേണ്ടായിട്ട് വേണ്ടായിട്ട് കൈവീശി. ഇതിന് സുഖം, ഇതിന് അസുഖം വരൂല. ഇതിന് തന്നെ അസുഖം വരും, കാട്ടിന് അസുഖം വരൂല, ഇതിന് അസുഖം വരൂല. അപ്പല്ലേ ഗൈസ്, ഇന്നത്തെ ഫുഡ് റെഡിയായ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം. അമ്മ ഇന്ന് ചീറ്റിങ് ചെയ്തേ. അമ്മ നേരത്തെ കഴിച്ചു, നെറ്റ് ഗ്ലാസ് ഞാനാ കഴിച്ചത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു, പിന്നെ എല്ലാവരും ഒഴിവാക്കി. അപ്പം ഞാൻ കാണിച്ചു തരട്ടോ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഇതാട്ടോ ഇത് ലിട്ടി. ഇതിൻ്റെ ഉള്ളിൽ ആണ് സത്തു. ഓ, നെയ്യ് പരത്തിയതാണേ. ഇതാട്ടോ ലിട്ടി ചോക്ക. ചോക്ക മീൻസ് കഴിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ചമ്മന്തി മീൻസ് ചട്നി. ആ മാങ്ങയും മല്ലിച്ചെപ്പും കൂടി വെച്ചിട്ടുള്ള ചട്നി. ദെൻ ലിറ്റി ഉണ്ടാക്കിയപ്പോൾ ബാക്കി ആട്ടയും പിന്നെ സത്തും ഉണ്ടായിരുന്നു. അപ്പം അത് നിറച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയ. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ. സത്തുവിൻ്റെ ഫില്ലിങ്സ് ഉണ്ട് കണ്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. ഞാൻ എന്തായാലും വേഗം കഴിച്ചിട്ട് വരെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വന്നോളി കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലിട്ടി ചോക്ക. ചോക്ക ഞാൻ എന്തായാലും കഴിച്ചു വരെ. അപ്പല്ലേ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് പോന്നേ. ഫുഡൊക്കെ കഴിച്ച് യൂണിഫോം അയൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. യൂണിഫോം അയൺ ചെയ്ത് ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇതാട്ടോ ഇവിടെ ബൂട്ട് പോളിഷ് ചെയ്യുകയാണ്. ഇപ്പം ചെയ്ത് കഴിഞ്ഞില്ല, ചെയ്യണം. അങ്ങനെ ഏകദേശം എല്ലാ പണി കഴിഞ്ഞ് നാളത്തേക്കുള്ള ഇനി ബൂട്ടും കൂടി പോളിഷ് ചെയ്തിട്ട് പോയി ഉറങ്ങണം. ഉറക്കം വരുന്നുണ്ട്. ഇന്നില്ലേ രാവിലെ ഉറങ്ങിയില്ല കേട്ടോ. അമ്മ നല്ല ഉറങ്ങി, പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താ അറിയോ, ഏട്ടൻ്റെ വണ്ടി ഇന്ന് കേൾക്കുന്ന പണിയാണ്. എനിക്കും ഏട്ടനക്കും. ഞങ്ങൾ രണ്ടാളും വണ്ടി കേൾക്കി നിന്ന് അങ്ങനെ ആ പണി കഴിഞ്ഞു. സോ ഞാനിനി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഉറക്കം വരുന്നുണ്ട്. അമ്മ ഫോണിൽ അങ്ങോട്ട് കേറിക്കണ്ട്, കേൾക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് ഇവിടെ അടുത്തായിരിക്കുന്നത്. എത്രയായി ഞാൻ അമ്മേനെ വിളിക്കുന്നത്. അമ്മ ഫോണിൽ ഇങ്ങനെ നോക്കിയത് കണ്ടില്ല. ഫോണായിട്ടോ കണ്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ലിട്ടി ചോക്ക? ചിരി കണ്ടോ. എന്ത് ചോദിച്ചാലും ചിരി. ഞാൻ എന്താ ചെയ്യാ അമ്മനെ.
അമ്മ ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ കറുപ്പ് കളർ. ആ പിന്നെ തീയിലിട്ടുണ്ടാക്കിയ കറുപ്പല്ലാതെ വെള്ള കളറാവാനാ. അമ്മനെ ഉദക്കിച്ചാങ്ങു അമ്മ ഇതാക്കി. അപ്പൊ അത് അടുപ്പിൽ വെക്കൂലല്ലോ അമ്മ പറയാം, ഞാൻ ഫ്രൈ ചെയ്തുണ്ടാക്കുമ്പോ കണ്ടോണ്ടിന്ന്. അപ്പൊ അത് ഫ്രൈ ചെയ്യല്ലേ, അപ്പൊ അത് ബ്രൗൺ കളറിലാവുള്ളൂ. ഇത് അടുപ്പിൽ മീൻസ് തീയിലിട്ടിട്ടല്ലേ ഉണ്ടാക്കി, അപ്പൊ കറുപ്പല്ലേ ആവുള്ളൂ. എന്താ ചെയ്യാ, ഞാൻ അമ്മയെ കണ്ട ചിരിക്കുന്നേ. പോയിക്കോ പോയിക്കോ പോയിക്കോ. അമ്മ ചിരി ചിരി എപ്പം കണ്ടാലും ചിരി. എന്താ ചെയ്യാനാ. ഞാനും ഉറങ്ങാൻ പോവാ. നാളെ 5 മണിക്ക് എണീച്ചാ മതി. അധികം നേരത്തെ ഒന്നും വേണ്ട, നാളെ ലേറ്റ് ആയിട്ട് എത്തിയാൽ മതി കോളേജിൽ. അതുകൊണ്ട് പിന്നെ 5 മണിക്ക് എണീച്ച് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, നല്ല ടേസ്റ്റ് ചെയ്യണം. എല്ലാരും കഴിച്ചു. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കേട്ടോ. സാധാരണ കഴിയില്ല അല്ലേ, പക്ഷെ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടായിട്ടോ, ഞാനും കഴിച്ചു. സാധാരണ ഞാൻ കഴിക്കില്ല, ബട്ട് ഞാനും കഴിച്ചു. പിന്നെ ചോറ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. ഇന്ന് ചോറൊന്നും ഉണ്ടാക്കിയില്ലേ, അതന്നെ ഉണ്ടാക്കി വെച്ച്. അങ്ങനെ ഓക്കെ ഓക്കെ. അമ്മ കിടക്കാൻ പോ, അമ്മയ്ക്ക് നാളെ പണി പോണ്ട. ഒരു പണി പോവില്ല. ഇത് ഫേമസ് ആക്കിയാ മതി, പിന്നെ ഞാൻ പോവില്ല. സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്തിട്ട് ഈ ജോബ് കിട്ടിട്ട് പിന്നെ ഞാൻ പോവില്ല. സ്വയം ഞാൻ പോവില്ല. ഈ പോ പറഞ്ഞിട്ട് ഞാൻ പോവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ മടി അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ സംഭവം കമ്പനി പോണത്. പക്ഷെ എന്താ ചെയ്യാനാ, പോണ്ടി വരുന്നുണ്ട്. പണി ചെയ്യാൻ മടിയില്ല, പക്ഷെ കമ്പനി പോകുന്നത് ഇഷ്ടമല്ല അല്ലേ അമ്മ. അമ്മ വീട്ടുപണിയൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യും. വീട്ടിലുള്ള അമ്മ സംഭവം കമ്പനി പോവാത്തന്ന് വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു പണി എടുക്കാൻ സമ്മതിക്കില്ല. കുറെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി വിൽക്കും. പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വെക്കുക അല്ലേ അമ്മ. പണിയില്ല സമയത്ത് പൂജ ചേച്ചീനെ അവിടെ പോവാ, അഞ്ജലി ചേച്ചീനെ അവിടെ പോവാ, മോക്ക് കല്യാണം വെച്ച് അവിടെ പോവാ. നറക്കട്ടണ്ടി നടക്ക പണി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? അപ്പൊ ഞാൻ ചെയ്യും. ഇത് അവിടെ നിക്കൂലല്ലോ, ഇത് പോവൂലേ? ഞാൻ അങ്ങോട്ട് പോകും. ജോബ് ആയാലും കല്യാണം കഴിക്കൂലേ? ഞാൻ ജോബ് കഴിഞ്ഞാൽ എന്നെ കെട്ടിക്കുള്ളൂ. എന്താ വിധി. എന്താ ഭഗവാൻ ഉണ്ടാക്കിയതല്ലേ. ഏറെ പോവും ഒഴു വരും, അങ്ങോട്ടും അങ്ങോട്ടും. അച്ഛൻ അപ്പൊ ഞാൻ പോയി ഉറങ്ങട്ടെ കേട്ടോ. ഉറക്കം വരുന്നുണ്ട്. ഇന്നില്ലേ ഞാന് എൻ്റെ പഴയ ഫ്രണ്ടിനായിട്ട് കുറേ സംസാരിച്ചിട്ടോ. സംഭവം 4ാം ക്ലാസ് പഠിച്ച നല്ല സന്തോഷം ഉണ്ടായിട്ടോ. നമ്മളിങ്ങനെ പഴയ ആൾക്കാരിങ്ങനെ നമ്മൾ കാണുമ്പോൾ സംഭവം കാണണ്ട, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സംസാരിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ സന്തോഷം. അപ്പം ആലോചിച്ച് കണ്ടാൽ നമ്മൾ സംഭവം ബെസ്റ്റ് ഫ്രണ്ടായിരുന്നേ കേട്ടോ. ഇപ്പോഴും ആണ് കേട്ടോ. സംഭവം ഇടയ്ക്ക് കണക്ഷൻ വിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ദൂരെ പോയി സംഭവം ക്ലാസ്സൊക്കെ മാറി. അപ്പോൾ ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനെ സംസാരിക്കാൻ കഴിയല്ലായിരുന്നു. ഇപ്പോഴാണല്ലോ ഫോണൊക്കെ കിട്ടിയ കയ്യിൽ ഡിഗ്രിയിലെത്തിയപ്പോൾ. അങ്ങനെ ഇന്നലെ കേട്ടോ രാത്രി ഞങ്ങൾ തുടങ്ങി സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ച് ഇന്ന് വരെ സംസാരിച്ചിരിക്കുക. അങ്ങനെ സംഭവം നമ്മൾ മീറ്റപ്പൊക്കെ പ്ലാൻ ചെയ്യണ്ടേ 4th ബാച്ച് കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടോ. 4th നല്ല സന്തോഷമായി. സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇനി കാണാൻ പറ്റട്ടെ പെട്ടെന്ന് എല്ലാവരും. അപ്പം ഇനിയും സന്തോഷം കൂടും എന്തായാലും പ്രതീക്ഷിക്കുന്നത് കാണാൻ. എന്നാൽ ഞാൻ പോയി പറഞ്ഞിട്ടോ. ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. ഓരെ കണ്ട ഇനിയും ഹാപ്പിയാവും, നല്ല കൂടും ഹാപ്പി. അപ്പം ഞാനിപ്പോൾ പറഞ്ഞട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പം പിന്നെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണേ കമൻറ്റിൽ കേട്ടോ. അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം എൻ്റെ വീഡിയോസ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ പോരായിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലേ, എന്താ പറയുക, കുറച്ച് ഇപ്പം പണി കൂടുതലായി. അതുകൊണ്ട് എനിക്ക് 2 അടുപ്പിച്ച് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ സെമിനാറും അതും ഇതും ഒക്കെ കൂടി ആയിട്ട് സ്ഥലവുമായിട്ട് പോയെടുക്കാം. ഇപ്പോഴും കേട്ടോ കുറേ. അങ്ങനെ ഞാൻ
പോയി ഉറങ്ങട്ടെ. ബൈ ബൈ.